ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന നാമം ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത എന്നുള്ളതാണ്. ഇത് 68ാമത്തെ നാമമാണ്. ചക്രരാജ രഥത്തിൽ അല്ലെങ്കിൽ ശ്രീചക്രരാജ രഥത്തിൽ ആരൂഢമായിട്ടുള്ള സർവായുധങ്ങളോട് പരിഷ്കൃത കൂടിയവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദേവി യുദ്ധത്തിന് പുറപ്പെട്ടു. ഇങ്ങനെ ദേവിയുടെ കൂടെ ശ്രീചക്രരാജ രഥത്തിലാണ് ദേവിയുടെ സഞ്ചാരം. ഗീതിചക്രം ഗേയചക്രം എന്നുള്ള രഥത്തിലാണ് മന്ത്രിണി ദേവിയുടെ സഞ്ചാരം. കിരിചക്ര രഥം എന്ന് പറയുന്നതിലാണ് അശ്വാരൂഢാദേവിയുടെ സഞ്ചാരം. ഇങ്ങനെ ഈ 3 രഥങ്ങളും എപ്പോഴും ഒരുമിച്ചാണ് യാത്ര. 3 മഹാപർവ്വതങ്ങൾ ഒരുമിച്ച് പോകുന്നത് പോലെയായിരുന്നു എന്നൊക്കെ ലളിതോപാഖ്യാനം അതിനെ വർണ്ണിക്കും. അതിനെ ആനന്ദധ്വജം എന്ന് പറയുന്ന ഒരു വലിയ കൊടിയുണ്ട്. 9 ആവരണങ്ങളാണ് ദേവിയുടെ ചക്രരാജ രഥത്തിന്. അതിൽ സർവാനന്ദമയം എന്ന് പറയുന്ന ബിന്ദുസ്ഥാനത്താണ് ദേവി ഉള്ളത്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ലഗേജൊക്കെ നമ്മൾ പല ബാഗുകളായിട്ട് എടുത്ത് നമ്മുടെ വണ്ടിയിൽ വയ്ക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല അത്ര ഉണ്ടായത്. ദേവിക്ക് വേണ്ട ആയുധങ്ങളൊക്കെ താനേ ചക്രത്തിൽ വന്നിരുന്നു. ദേവി നിത്യാദേവികൾ 15 പേരോടുകൂടി ഈ യുദ്ധത്തിന് പുറപ്പെട്ടു. അവരുടെ ആയുധങ്ങളൊക്കെ താനായിട്ട് വന്നു വണ്ടിയിലിരുന്നു. വണ്ടിയിൽ സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആരൂഢം എന്ന് പറയുന്നത്. ചക്രരാജ രഥ ആരൂഢ സർവായുധ പരിഷ്കൃത. എങ്ങനെയാണോ പിന്നീട് നമ്മൾ കാണും പല അസുരാസ്ത്രം എന്ന് പറയുന്ന അസുരാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രങ്ങളാൽ വണ്ടാസുരൻ അനേക രീതിയിലുള്ള ആയുധങ്ങളെ ദേവിക്ക് നേർക്ക് എറിയുന്നു. അതിനൊക്കെ പ്രത്യസ്ത്രങ്ങളെ വർഷിച്ചുകൊണ്ടാണ് ദേവി നിൽക്കുന്നത്. ആ അസ്ത്രശസ്ത്രങ്ങളൊക്കെ, അസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ആയുധങ്ങൾ, ശസ്ത്രം എന്ന് പറയുന്നത് വാള് മുതലായ നമ്മുടെ കയ്യിൽ നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്ന രീതി. ഒന്ന് നമ്മുടെ കയ്യിലുള്ളതും മറ്റുള്ളത് നമ്മുടെ കൈവിട്ടു പോകുന്നതുമായ ആണ് ശസ്ത്രം, അസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനത്തെ എല്ലാ ആയുധങ്ങളും ദേവിയുടെ ചക്രരാജ രഥത്തിൽ ആരൂഢമായി സന്നദ്ധമായി ആത്മസാക്ഷാത്കാരത്തിന് ഒരു സാധകന് വേണ്ട സകലമായ സദ്വൃത്തികളും, ഇതിനെ സാധനാ ചതുഷ്ടയ സമ്പത്തി എന്ന് വേദാന്ത പരിഭാഷയിൽ പറയും. മുമുക്ഷുത്വം, ശമതമാദിഷട്കം, വൈരാഗ്യം, വിവേകം എന്നൊക്കെയുള്ള ഗുണങ്ങളുടെ വർധനമാണ് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട സകല സദ്വൃത്തികളും ഒരു ജീവന് അല്ലെങ്കിൽ ഒരു സാധകന്, ഒരു ഭക്തന് ഉണ്ടാകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സർവായുധങ്ങളോടുകൂടി ദേവി യുദ്ധത്തിന് ചക്രരാജരഥത്തിൽ പുറപ്പെട്ടു എന്നാണ് ഈ മന്ത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവി ശ്രീചക്രരാജ രഥത്തിലും മന്ത്രിണി ദേവി ഗേയചക്രം അല്ലെങ്കിൽ ഗീതിചക്രം എന്ന് പറയുന്ന രഥത്തിലും കിരിചക്രം എന്ന് പറയുന്ന രഥത്തിൽ അശ്വാരൂഢാദേവി അല്ലെങ്കിൽ ദണ്ഡനാഥാദേവി ഈ രഥത്തിലും ഉണ്ടായിരുന്നു എന്ന് ലളിത ഉപാഖ്യാനവും ലളിതാ സഹസ്രനാമവും പറയും. ഈ 3 രഥങ്ങളുടെ ഈ 3ഉം നവാവരണമാണ് ദേവിയുടെ ശ്രീചക്രരാജരഥം. 9 തട്ടുകളുണ്ടെന്നാണ് അതിൽ പറയപ്പെടുന്നത്. അതുപോലെ അതിന് ദേവിയുടെ കൂടെ എന്നുമുള്ള നിത്യാദേവികളൊക്കെ അതിലുണ്ടായിരുന്നു എന്ന് പറയും. ആ ചക്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സർവ്വ ആയുധങ്ങളും അതിലുണ്ടായിരുന്നു. അതുപോലെ ഗേയചക്രം എന്ന് പറയുന്നത് അതിനേക്കാൾ ഒന്ന് ചെറുതാണ്. അത് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായ മന്ത്രിണി ദേവിയുടേതാണ്. ആ മന്ത്രിണി ദേവിക്ക് 7 ആവരണമുള്ള ചക്രമാണ്. അത് ദേവിയുടെ കൂടെ തന്നെ ആ രഥമുണ്ട്. കിരിചക്രം എന്ന് പറയുന്നത് 5 ആവരണത്തോട് അതിനേക്കാൾ ഒന്നും കൂടി ചെറുതാണ്. ആ ദേവിയാണ് സേനാനായിക, ദണ്ഡനാഥ, വാരാഹി. വരാഹമുഖവും അതേപോലെ മനുഷ്യമുഖവും ഉണ്ട്.
അപ്പോൾ ഈ 3 രഥങ്ങളും എന്നും ഒരുമിച്ച് കാണുമത്രേ. അപ്പോൾ ഈ 3നെയും സ്മരിക്കുന്നവർക്കും ഈ 3നെ പറ്റി ചിന്തിക്കുന്നവർക്കും എപ്പോഴും ജയമുണ്ടാകും എന്ന് ലളിതോപാഖ്യാനം പറയുന്നു. അതേപോലെ ദേവിയുടെ കൂടെ അശ്വാരൂഢയും സമ്പത്കരിയും ഉണ്ട്. സമ്പത്കരി സുഖമായിട്ടുള്ള വൃത്തികൾ, സദ്വൃത്തികളുടെ പ്രതിനിധാനം ചെയ്യുന്ന ദേവിയാണ്. അശ്വാരൂഢ ഇന്ദ്രിയങ്ങളുടെ നായികയാണ്. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, മനസ്സിൻ്റെ നിയന്ത്രണം വേണം എന്ന് സൂചിപ്പിക്കുന്ന ദേവിയാണ്. രാജമാതംഗി യോഗശാസ്ത്രത്തിൻ്റെയും മന്ത്രങ്ങളുടെയും അധിദേവതയാണ്. മന്ത്രിണി എന്ന് ദേവിക്കൊരു പേരുണ്ട്. അതുപോലെ ദുഷ്ട നിഗ്രഹം ചെയ്യുന്നവരാണ് ദണ്ഡനാഥ. നമ്മുടെ ദുർവൃത്തികളെ, ആ വൃത്തികളെ ശമനം ചെയ്യുന്നവരാണ് അശ്വാരൂഢ. അങ്ങനെ ഈ 4 പേരുടെ സഹായത്തോടു കൂടി സുഖമായിട്ട് നല്ല വൃത്തികളെ ഉണ്ടാക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, നമ്മുടെ ദുർവാസനകളെ ക്ഷയിപ്പിക്കുക, അതുപോലെ അതിനെ യോഗത്തിൽ ആരൂഢമാക്കുക, ഇങ്ങനെയുള്ള ആത്മഭാവത്തിന് ഉതകുന്ന വൃത്തികളോടുകൂടി ദേവി യുദ്ധത്തിന് തയ്യാറായി ശ്രീചക്രരാജരഥത്തിൽ, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ രഥത്തിൽ എല്ലാ ആയുധങ്ങളോടുകൂടി തയ്യാറായി എന്നാണ് നമ്മൾ ഈ 4 മന്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട തത്വം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.